നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. കമ്പനികളുടെ സാമ്പത്തിക റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഓരോ 3 മാസത്തിലും സമർപ്പിക്കണമെന്ന സൗദിയിലെ വിദേശ നിക്ഷേപകർക്ക് നിക്ഷേപ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് പുതിയ നിയമം ബോധ്യപ്പെടുത്തുന്നത്. ആദ്യമായാണ് നിക്ഷേപ മന്ത്രാലയം ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. സൗദിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വരവ് ചെലവ് കണക്ക് സൗദി വാണിജ്യ മന്ത്രാലയത്തിനും സക്കാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റിക്കും സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് സൗദി നിക്ഷേപ മന്ത്രാലയം വിദേശ നിക്ഷേപകരോട് സാമ്പത്തിക റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ഓരോ 3 മാസം കൂടുമ്പോഴും സ്ഥാപനത്തിന്റെ സാമ്പത്തിക റിപ്പോർട്ടും കമ്പനിയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. 2024 ജനുവരി മുതലുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടത്. ഇതു സംബന്ധമായ നോട്ടിഫിക്കേഷൻ നിക്ഷേപകർക്ക് ലഭിച്ചു. കണക്കുകൾ വർഷത്തിലൊരിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന് പകരം 3 മാസത്തിലൊരിക്കലെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് ബിസബ് അറേബ്യ ബിസിനസ് മാനേജ്മെന്റ് സിഇഒ മുഹമ്മദ് സുഹൈൽ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയോടുകൂടി മെസ്സേജ് രൂപത്തിലും 2 ആഴ്ചയായിട്ട് മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ പോർട്ടൽ വഴിയും ഇൻവെസ്റ്റർമാർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. 2024 4 ക്വാർട്ടറിലുള്ള അക്കൗണ്ട്സും ഓരോ ക്വാർട്ടർ വൈസും അതുപോലെ 2025 ഫസ്റ്റ് ക്വാർട്ടറിന്റെയും അക്കൗണ്ട്സ് വിവരങ്ങളാണ് നൽകാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വർഷത്തിലൊരിക്കൽ അക്കൗണ്ട്സ് റെഡിയാക്കുന്നതിന് പകരം ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റിന്റെ സഹായത്തോട് കൂടിയിട്ട് ഓരോ മാസവും കൃത്യസമയത്ത് തന്നെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ ക്വാർട്ടർ വൈസ് നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. 3 മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. സേവനങ്ങൾ നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് സ്വീകരിക്കുക. ജലീൽ കണമംഗലം, 24 ജിദ്ദ. കേരളത്തിൽ നിന്നും ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിനെത്തിയ തീർത്ഥാടകർ ഇപ്പോൾ മക്കയിലാണുള്ളത്. മക്കയിലെ ചരിത്ര സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് ഹറം പള്ളിയിൽ ഉംറ നിർവഹിക്കുകയാണ് തീർത്ഥാടകർ. ജൂൺ ആദ്യവാരത്തിൽ നടക്കുന്ന ഹജ്ജിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇവർ. 40 ദിവസത്തോളമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഓരോ ഹജ്ജ് തീർത്ഥാടകനും സൗദിയിൽ കഴിയുന്നത്. ഇതിൽ 8 ദിവസം മദീനയിലും ബാക്കി ദിവസങ്ങളിൽ മക്കയിലുമായിരിക്കും തീർത്ഥാടകർ. ഹറം പള്ളിയിൽ പോയി ഉംറ നിർവഹിക്കുക, പ്രാർത്ഥിക്കുക എന്നതിനോടൊപ്പം മക്കയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ചരിത്ര സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും ഈ സമയത്ത് തീർത്ഥാടകർ സന്ദർശിക്കുന്നു. തായിഫ്, ജിദ്ദ ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലും തീർത്ഥാടകർ എത്തുന്നുണ്ട്. തൻഈമിലെ ആയിഷ മസ്ജിദിൽ പോയി ഇഹ്റാം ചെയ്യുകയും ഉംറ ചെയ്യുകയും അതേപോലെ ഇവിടെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇവിടുത്തെ സൗദി ഗവൺമെന്റും അതേപോലെ ഇന്ത്യൻ ഗവൺമെന്റും ഇവിടുത്തെ ഹജ്ജാജികൾക്ക് ഹജ്ജിമാർക്കും മറ്റു ഹജ്ജാജികൾക്ക് വളരെ നല്ല സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് അസീസിയിൽ നിന്ന് പരിശുദ്ധ അറബിലേക്ക് പോകാനുള്ള ഫ്രീ ബസ് സർവീസുകൾ ഉണ്ട്. മക്കയിൽ ഹറം പള്ളിയിൽ നിന്നും അല്പമകലെ അസീസിയയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ താമസം. ഹറം പള്ളിയിൽ പോയി വരാൻ 24 മണിക്കൂറും ബസ് സർവീസ് ഉണ്ട്. അസീസിയയിൽ ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ബ്രാഞ്ച് ഓഫീസുകളും മെഡിക്കൽ സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. 35 മുതൽ 40 ദിവസം വരെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഓരോ തീർത്ഥാടകനും സൗദിയിൽ കഴിയുന്നത്. ഇതിൽ ഹജ്ജിന്റെ ഒരാഴ്ചയല്ലാത്ത മറ്റു എല്ലാ ദിവസങ്ങളിലും മക്കയിലും മദീനയിലുമുള്ള ചരിത്ര സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുകയാണ് തീർത്ഥാടകർ. മക്കയിൽ നിന്നും ജലീൽ കണമംഗലം, 24. ഹജ്ജ് തീർത്ഥാടകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും വഴികാട്ടിയായി തനിമ മൊബൈൽ ആപ്പ് പുറത്തിറക്കി. ജിദ്ദയിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കൾ സംബന്ധിച്ച ചടങ്ങിൽ ജിദ്ദ ചേംബർ ഓഫ് കൊമേഴ്സ് ബോർഡ് അംഗം VP അലി മുഹമ്മദ് അലി ആപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. മക്ക അസീസിയിൽ ഹാജിമാർ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ ലൊക്കേഷനുകൾ, മെഡിക്കൽ സെന്ററുകൾ, ഓരോ ബ്രാഞ്ച് ഓഫീസിലും ബന്ധപ്പെടേണ്ട നമ്പറുകൾ, സിം, സേവനദാതാക്കളുടെ വിവരങ്ങൾ, വോളണ്ടിയേഴ്സുമായി ബന്ധപ്പെടാവുന്ന ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയവ ആപ്പിൽ ലഭ്യമാണ്. അറഫ, മിന, 10 ലൊക്കേഷനുകളും വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ഒമാനിൽ മാൻഹോളിൽ വീണ് ഗുരുതരാവസ്ഥയിലായിരുന്ന കോട്ടയം പാമ്പാടി സ്വദേശി മരിച്ചു. പാമ്പാടി കങ്ങഴ കാഞ്ഞിരപ്പാറ ലക്ഷ്മി വിജയകുമാർ ആണ് മരിച്ചത്. സലാല മസ്യൂനയിൽ സുൽത്താൻ ഗാബൂസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായിരുന്നു ലക്ഷ്മി. മെയ് 15-നാണ് ഇവർ ജോലി ചെയ്തിരുന്ന മസ്യൂനിൽ വെച്ച് അപകടമുണ്ടാകുന്നത്. താമസ സ്ഥലത്തെ മാലിന്യം കളയാൻ ഡ്രമ്മിനെടുത്ത് പോകുമ്പോൾ കുഴി കാണാതെ മാൻഹോളിൽ വീഴുകയായിരുന്നു. അന്നു മുതൽ വെന്റിലേറ്ററിലായിരുന്നു. റിയാദിലെ മാധ്യമപ്രവർത്തകനും കലാകാരനുമായ മജീദ് KP 16 രചനയും പ്രശസ്ത സംഗീതജ്ഞൻ ഗഫൂർ M ഖയാം സംഗീതവും നിർവഹിച്ച നിൻ റൂഹ് എന്ന മ്യൂസിക്കൽ ആൽബം പ്രകാശനം ചെയ്തു. റിയാദ് ബത്തഹയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ ഷിഹാബ് കൂട്ടുകാട്
സാമൂഹ്യ പ്രവർത്തകൻ അബ്ദുൾ സലീം ആർത്തി എന്നിവർ ചേർന്നാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. അരുൺ കൃഷ്ണയാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത്. അബുൾ അസീസ് പവിത്ര, മഹേഷ് ജയ്, ഷിജു കോട്ടങ്ങൽ എന്നിവർ ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിക്കുന്ന ആൽബത്തിൽ പ്രവാസി ഗായകൻ സത്താർ മാവൂറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. റാഫി പാങ്ങോട്, അലക്സ് കൊട്ടാരക്കര, അസ്ലം പാലത്ത്, ഗരീബ് തൈക്കണ്ടി തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ജിദ്ദയിൽ നടന്ന 13ാമത് CBSE സൗദി ക്ലസ്റ്റർ മീറ്റ് ഫുട്ബോൾ മത്സരത്തിൽ അൽ മവാരിദ് സ്കൂൾ ജിദ്ദ ചാമ്പ്യന്മാരായി. സെപ്റ്റംബറിൽ വാരാണസിയിൽ വെച്ച് നടക്കുന്ന ദേശീയ മത്സരത്തിലേക്ക് അൽ മവാരിദ് സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. വാശിയേറിയ ഫൈനൽ മത്സരത്തിലെ സമനിലയ്ക്ക് ശേഷം നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിനെ പരാജയപ്പെടുത്തിയാണ് അൽ മവാരിദ് ജേതാക്കളായത്. ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സമാപന സമ്മേളനത്തിൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഇമ്രാൻ, ചെയർമാൻ ഡോക്ടർ സലീം തുടങ്ങിയവർ ജേതാക്കൾക്ക് ട്രോഫിയും മെഡലുകളും സമ്മാനിച്ചു. ടൂർണമെന്റിലെ ഏറ്റവും നല്ല ഡിഫൻഡറായി മവാരിദ് സ്കൂളിന്റെ ജാസിലിനെ തിരഞ്ഞെടുത്തു. OICC ജിദ്ദ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. OICC സൗദി ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് അഞ്ചാലൻ ഉദ്ഘാടനം ചെയ്തു. അസീസ് ലാക്കൽ അധ്യക്ഷത വഹിച്ചു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. സർവമത പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. ഇസ്മയിൽ കൂരിപ്പൊയിൽ സ്വാഗതവും UM ഹുസൈൻ മലപ്പുറം നന്ദിയും പറഞ്ഞു. AICC നിർദ്ദേശപ്രകാരം യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന് കീഴിലുള്ള വിവിധ പ്രവാസി സംഘടനകൾ IOC എന്ന ഒറ്റ സംഘടനയ്ക്ക് കീഴിൽ ലയിച്ചതായി IOC ഗ്ലോബൽ ചെയർമാൻ സാം പിത്രോദ അറിയിച്ചു. ഇന്ന് നടന്ന ഓൺലൈൻ സൂം മീറ്റിംഗിലാണ് ലയന പ്രഖ്യാപനം നടത്തിയത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നിർദ്ദേശപ്രകാരം ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരത്തെ ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. IOCയുടെ ഗ്ലോബൽ ചുമതലയുള്ള AICC സെക്രട്ടറി ഡോക്ടർ ആരതി കൃഷ്ണ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ ലയന പ്രഖ്യാപന പരിപാടിയിൽ പങ്കെടുത്തു. ലയന പ്രഖ്യാപനത്തോടൊപ്പം സംഘടനയുടെ അധ്യക്ഷന്മാരായ സുജു കെ ഡാനിയൽ, ഷൈന്യു മാത്യൂസ് എന്നിവരുടെ നിയമനവും പ്രഖ്യാപിച്ചു. മറ്റു ഭാരവാഹികളെ പിന്നീട് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘം മെയ് 26 കുവൈറ്റിലെത്തും. പാർലമെന്റ് അംഗം ബൈജൻ പാണ്ഡയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുവൈറ്റ് സന്ദർശിക്കുക. പാർലമെന്റ് അംഗങ്ങൾ, മുൻ മന്ത്രി, മുൻ വിദേശകാര്യ സെക്രട്ടറി എന്നിവരടങ്ങുന്ന സർവകക്ഷി സംഘം 2 ദിവസം കുവൈറ്റിലുണ്ടാകും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഏകീകൃതവും അചഞ്ചലവുമായ നിലപാട് ഉയർത്തിക്കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം. കോഴിക്കോട് ലത്തീൻ അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ചുമതലയേറ്റു. ഇന്ത്യയിലെ അപ്പസ്തോലിക് ന്യൂൻഷോ ഡോക്ടർ ലിയോ പോൾഡോ ജിറല്ലിയുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ. കോഴിക്കോട് രൂപതയെ അതിരൂപതയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. സ്ഥാപിതമായി 102 വർഷം പൂർത്തിയാകുമ്പോഴാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തിയത്. ആദ്യ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ചുമതലയേറ്റു. സിറ്റി സെന്റ് ജോസഫ് പള്ളിയിലെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾട്ടോ ജിറല്ലി നേതൃത്വം നൽകി. ഏപ്രിൽ 12 വൈകിട്ട് കോഴിക്കോട് ബിഷപ്പ് ഹൗസിൽ വെച്ചാണ് കോഴിക്കോട് രൂപതയെ അതിരൂപതയായും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും നിയമിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉത്തരവ് വായിച്ചത്. കോട്ടപ്പുറം രൂപതയിലെ മാള, പള്ളിപ്പുറം സെന്റ് ആന്റണീസ് ഇടവക അംഗമാണ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. വരാപ്പുഴ, തിരുവനന്തപുരം എന്നിവയ്ക്ക് ശേഷം കേരളത്തിൽ ലത്തീൻ സഭയുടെ 3ാമത്തെ അതിരൂപതയാണിത്. 24 കോഴിക്കോട്. 24 ഒരുക്കുന്ന കേരള ക്രിക്കറ്റ് ചലഞ്ചിന്റെ ട്രയൽസിന് ദുബായിൽ തുടക്കമായി. ഡാന്യൂബ് സ്പോർട്സ് വേൾഡിലാണ് ട്രയൽസ് നടക്കുന്നത്. അടുത്ത മാസം 13, 14, 15 തീയതികളിലാണ് മത്സരങ്ങൾ. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 14 ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. പ്രവാസ ലോകത്തെ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന 24 ന്യൂസ് കേരള ക്രിക്കറ്റ് ചലഞ്ചിനുള്ള സെലക്ഷൻ ട്രയൽസിന് ദുബായിൽ തുടക്കമായിരിക്കുകയാണ്. ദുബായ് ഡാന്യൂബ് സ്പോർട്സ് വേൾഡിലാണ് ഈ ഒരു സെലക്ഷൻ ട്രയൽസ് നടക്കുന്നത്. പുരുഷ ടീമുകൾക്ക് പുറമെ വനിതാ ടീമുകളും മത്സരത്തിനെത്തുന്നു എന്ന പ്രത്യേകത കേരള ക്രിക്കറ്റ് ചലഞ്ചിലുണ്ട്.
Today we began the trial and we are right now at the half time of the trial. We have another couple of hours to go. We have almost hit 200 marks. We expect another 200-300 more. And this is the second phase. Our third phase is the auction. And we are very happy with the kind of response, and especially from the Malayali cricket community. So I'm going to tell you that this is going to be an exciting phase, and the finale is going to be an exciting time. പതിനാല് ടീമുകളുടെയും താരങ്ങളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു കളിയെ നോക്കിക്കാണുന്നത്. എത്രത്തോളം പ്രതീക്ഷയിലാണ്? എങ്ങനെയുണ്ട് ഒരുപാട് പ്രതീക്ഷയിലാണ്. ഞാൻ പത്തനംതിട്ട ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് സുജിത് ആൻഡ് സുനിത് ദേശി ട്വിൻസ്. നമ്മളിപ്പോൾ ഇവിടെ ട്രയൽസിന് വന്നതാണ്. ഒരുപാട് പ്രതീക്ഷയിലാണ്. നല്ല ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. തകൃതിയായി നടക്കുകയാണ്. നമുക്ക് വേണ്ട പ്ലേയേഴ്സിനൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ബാക്കി ഓപ്ഷനിൽ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക, പിന്നെ കപ്പടിക്കുക. അതാണ് ഇൻഡോർ ക്രിക്കറ്റ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ രീതികളാണ്. അപ്പോൾ അത് മുമ്പ് കളിച്ച് പരിചയമുണ്ടോ? അത് ആദ്യമായിട്ടാണോ? ഞാൻ ഇതുപോലെ വേറൊരു ടൂർണമെൻറ്റിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 8 കൊല്ലം മുമ്പ്. അന്ന് തുടങ്ങിയതിന് ശേഷം ഈ 8 കൊല്ലം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ആഴ്ചയിൽ 4 ദിവസം ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. യെസ്, ഡെഫിനറ്റ്ലി. വളരെയധികം സന്തോഷമുണ്ട് 24 ചാനൽ മലയാളികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതിൽ. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി പ്ലസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാ മലയാളി പ്ലേയേഴ്സ് വരിക, ഇത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഫീലിംഗ് ഗുഡ് അബൌട്ട് ദിസ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഇനി അടുത്ത മാസം 13, 14, 15 തീയതികളായി നടക്കുന്ന തീപാറും മത്സരത്തിനായി കാത്തിരിക്കുകയാണ് UAE ക്രിക്കറ്റ് ആരാധകർ. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നർ കൊല്ലം ഭാഗത്ത് കായംകുളം NTPC ഭാഗത്തും കണ്ടെയ്നർ കണ്ടെത്തി. അതേസമയം കണ്ടെയ്നറുകൾ കടലിൽ വീണതിൽ സംസ്ഥാന സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. കണ്ടെയ്നറുകളോ എണ്ണപ്പാടകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ 200 മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്നാണ് നിർദ്ദേശം. നൂതന ക്യാൻസർ പരിചരണ സേവനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ബുർജിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒമാനിൽ ആദ്യ സെന്റർ ആരംഭിച്ചു. GCCയിൽ ഉടനീളം പ്രത്യേക ഓങ്കോളജി സേവനങ്ങൾ മികച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒമാനിലും സെന്റർ ആരംഭിച്ചതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. മസ്കറ്റിലെ അൽ ഖുവൈറിലെ ബുർജിൽ ആശുപത്രിയിലാണ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിരിക്കുന്നത്. ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിലെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ആദിൽ സാലി അൽ അൻസാരി, ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംസീർ വയലിൽ, ബുർജിൽ ഹോൾഡിംഗ്സ് ഗ്രൂപ്പ് CEO ജോൺ സുനിൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. UAEയിലെ BCAയുടെ സംയോജിത ശൃംഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്നതാണ് പുതിയ കേന്ദ്രം. മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള വെസ്റ്റേൺ കൺട്രീസിലുള്ള എല്ലാ ചികിത്സാ സമ്പ്രദായം UAEയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒമാനിൽ എത്തിക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന കോംപ്രഹെൻസീവായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ബുർജിൽ ഹോൾഡിംഗ് ഈ BCI ഇവിടെ ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ ക്യാൻസർ രോഗികൾക്കും ഉന്നത ഗുണമേന്മയുള്ള പരിചരണം പ്രാപ്യമാക്കുക എന്ന ബുർജിലിന്റെ ദൗത്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് പുതിയ കേന്ദ്രമെന്ന് പ്രൊഫസർ ഹുമൈദ് അൽ ഷംസി പറഞ്ഞു. We're very proud to launch Burji Cancer Institute here in Oman, Muscat. This is the 9th center in our network, and this will provide comprehensive care for our patients with cancer. This will also provide comprehensive treatment, including immunotherapy, targeted therapy, chemotherapy for all patients. Adult pediatric oncology, surgical oncology, ഹെമറ്റോളജി ഓങ്കോളജി, മജ്ജമാറ്റിവെക്കൽ, പ്ലാസ്റ്റിക് സർജറി, ബ്രസ്റ്റ് റീകൺസ്ട്രക്ഷൻ എന്നിവ ഉൾപ്പെടുന്നതാണ് പ്രധാന സേവനങ്ങൾ. കീമോതെറാപ്പി, മനഃശാസ്ത്ര പരിചരണം, റീഹാബിലിറ്റേഷൻ, മറ്റു വിദഗ്ധ സേവനങ്ങളും ബുർജിൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നൽകി വരുന്നുണ്ട്. 24 ഒമാൻ. വയനാട് തിരുനെല്ലി അപ്പപ്പാറയിൽ യുവതി വെട്ടേറ്റു മരിച്ച നിലയിൽ വാഗേരി സ്വദേശി പ്രവീണയാണ് മരിച്ചത്. ഇവരുടെ ഒരു കുട്ടിക്ക് ചെവിക്ക് പരിക്കേറ്റു. ഭർത്താവ് സുധീഷുമായി അകന്ന് ദിലീഷ് എന്നയാൾക്കൊപ്പം താമസിച്ചു വരികയായിരുന്നു പ്രവീണ. സംഭവശേഷം കാണാതായ പ്രവീണയുടെ ഒരു കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ മുതിർന്ന CPI നേതാവ് G സുധാകരനെ പങ്കെടുപ്പിച്ചതിലും മന്ത്രി സജി ചെറിയാനെ ഒഴിവാക്കിയതിലും വിമർശനം. NGO യൂണിയൻ അംഗങ്ങൾ എല്ലാവരും CPIഎമ്മിന് വോട്ട് ചെയ്യില്ല എന്ന G സുധാകരന്റെ പരാമർശം സംഘടനയെ പൊതുസമൂഹത്തിൽ അപമാനിക്കുന്നതാണ്. സജി ചെറിയാൻ ഒഴിവാക്കിയത് നെറുകേടെന്നും സമ്മേളനത്തിൽ വിമർശനം. സർക്കാരിനെ വിമർശിച്ച് 15 ജില്ലാ കമ്മിറ്റികളും രംഗത്തെത്തി. ശമ്പള പരിഷ്കരണം കൃത്യമായി നടപ്പാക്കുമെന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു.
NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു തപാലൊട്ട് പൊട്ടിച്ചു തിരുത്തിയെന്ന ജി സുധാകരന്റെ വിവാദ പ്രസംഗം. ജി സുധാകരൻ സംഘടനയെ പൊതുസമൂഹത്തിൽ അപമാനിച്ചുവെന്നും ജി സുധാകരനെ പങ്കെടുപ്പിച്ചപ്പോൾ പാർട്ടിയോട് ആലോചിക്കണമായിരുന്നുവെന്നും വിമർശനമുയർന്നു. 3 ദിവസമായി ആലപ്പുഴയിൽ നടക്കുന്ന സമ്മേളനത്തിൽ CPIM നേതാക്കളും മന്ത്രിമാരും ക്ഷണിക്കപ്പെട്ടപ്പോഴും ജില്ലയിലെ മന്ത്രിക്ക് ക്ഷണമുണ്ടായില്ല. സജി ചെറിയാനെ ഒഴിവാക്കിയതിൽ സംസ്ഥാന കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയെന്നും ഒഴിവാക്കിയത് നെറികേടെന്നും NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി CC നയനൻ വിമർശിച്ചു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലായിരുന്നു വിമർശനം. ലീവ് സറണ്ടർ നൽകാത്തതിനും ജീവനക്കാരുടെ ശമ്പള കമ്മീഷന് വെക്കാത്തതിനുമെതിരെ 15 ജില്ലാ കമ്മിറ്റികളും സർക്കാരിനെതിരെ രംഗത്തെത്തി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി മാറ്റി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കാൻ സംഘടന ശക്തമായി ഇടപെടുന്നില്ല. പങ്കാളിത്ത പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം കൂടുന്ന അവസ്ഥയിൽ യൂണിയൻ ഒറ്റപ്പെടുകയാണെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. യൂണിയന്റെ പരിപാടിയിൽ ആര് പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് NGO യൂണിയൻ തന്നെയെന്ന് ജനറൽ സെക്രട്ടറി മറുപടി പറഞ്ഞു. പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണത്തിൽ അങ്കലാപ്പ് വേണ്ടെന്നും കൃത്യമായി അത് നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. ഇപ്പോ പലരും എന്താകും ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരു അങ്കലാപ്പും അതിൽ വേണ്ടതില്ല. LDF ആണെങ്കിൽ അതിന്റെ കാര്യവും കൃത്യമായ സമയത്ത് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. അത് ആ നിലക്കാണ് കാണേണ്ടത്. സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും. 24 ആലപ്പുഴ. മലയാളം വാർത്താ ചാനലുകളിൽ പ്രേക്ഷകർക്ക് ഇഷ്ടം 24. കേരളത്തിന്റെ 14 ജില്ലകളിൽ നടത്തിയ സർവേയിലാണ് പ്രേക്ഷകർ നേരിട്ട് അഭിപ്രായം രേഖപ്പെടുത്തിയത്. സർവേയിൽ പങ്കെടുത്ത 82% പേർ 24നൊപ്പം നിന്നപ്പോൾ തൊട്ടുപിന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസും മനോരമയും ഇടം പിടിച്ചു. വാർത്താ ചാനലുകളുടെ നിലനിൽപ്പിന് ആധാരം വിശ്വാസ്യതയാണ്. വാർത്തയെ വസ്തുതാപരമായും കൃത്യതയോടെയും അവതരിപ്പിക്കുന്നതിനൊപ്പം കെട്ടിലും മട്ടിലും ഏറ്റവും ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഇന്ന് ചാനലുകൾ കടുത്ത മത്സരത്തിലാണ്. അവിടെയാണ് വാർത്തകൾ അറിയാൻ പ്രേക്ഷകർ ഏത് ചാനലിനൊപ്പം നിൽക്കുന്നു എന്ന പ്രധാന ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 14 ജില്ലകളിൽ 24 നേരിട്ട് സർവേ നടത്തിയത്. 10 മുതൽ 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഉൾപ്പെടുന്ന 2834 പേർ ഈ സർവേയിൽ പങ്കെടുത്തു. ഇതിൽ 1075 പുരുഷന്മാരും 1754 സ്ത്രീകളും ജെൻഡർ വെളിപ്പെടുത്താത്ത 5 പേരും ഉൾപ്പെടുന്നു. വാർത്തകൾ അറിയാൻ ആശ്രയിക്കുന്ന ചാനലായി സർവേയിൽ പങ്കെടുത്തവരിൽ 82% തെരഞ്ഞെടുത്തത് 24നെയാണ്. രണ്ടാം ചോയ്സായി ഏഷ്യാനെറ്റ് ന്യൂസിനെയും. കേരളത്തിന്റെ യുവത്വത്തെ പ്രതിനിധീകരിച്ച് 21നും 40നും ഇടയിൽ പ്രായമുള്ള 833 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. 77.4% യുവാക്കളുടെയും ഇഷ്ട ചാനൽ 24 ആണ്. ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ. സർവേയിൽ പങ്കെടുത്ത 1075 പുരുഷന്മാരിൽ 78.6% പേരും 24നൊപ്പമാണെന്ന് അഭിപ്രായപ്പെട്ടു. പിന്നാലെയുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസുമാണ്. സർവേയുടെ ഭാഗമായ 1754 സ്ത്രീകളിൽ 78.2% പേരും വാർത്തകൾ അറിയാൻ 24 സ്ക്രീനിനെ ആശ്രയിക്കുന്നുവെന്ന് രേഖപ്പെടുത്തി. ഈ വിഭാഗത്തിൽ തൊട്ടുപിന്നിൽ ഏഷ്യാനെറ്റ് ന്യൂസും മനോരമ ന്യൂസും തന്നെ ഇടം പിടിച്ചു. കേവലം വാർത്തകൾ കാണുക എന്നതിനപ്പുറം ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായ മാറി മാറുന്ന ട്രെൻഡുകൾ ഒക്കെയും ഈ മാധ്യമ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ഞങ്ങളെപ്പോലെ തന്നെ ഏറെക്കുറെ അവെയറാണ് ഇന്നത്തെ പ്രേക്ഷകർ. 22നും 45നും ഇടയിൽ പ്രായമുള്ള 406 വീട്ടമ്മമാരിൽ 79.6% പേരും 24നെ അവരുടെ ഇഷ്ട ചാനലായി തെരഞ്ഞെടുത്തു. ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു. ഒരുപക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്ത സർവേ കൂടിയാണിത്. അതിലും 78.2% ആളുകളും പറയുന്ന അവരുടെ ഇഷ്ടപ്പെട്ട, അവരുടെ ജനപ്രിയ, അവർ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണുന്ന വാർത്താ ചാനൽ 24 എന്ന് തന്നെയാണ്. തികച്ചും സുതാര്യമായി നടന്ന 24ന്റെ ജനകീയ സർവേയിൽ പങ്കെടുത്തവരുടെ പേരും മേൽവിലാസവും ഉൾപ്പെടെ 24ന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രേക്ഷകരോട് ചേർന്നു നിന്നുള്ള ലളിതമായ വാർത്താവതരണ ശൈലിയാണ് 24നെ ജനങ്ങളോട് അടുപ്പിച്ചതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. 24 വാർത്ത മാത്രമേ വെക്കാറുള്ളൂ. രാവിലെ നേരം എഴുന്നേൽക്കുമ്പോൾ തന്നെ 24ന്റെ വാർത്ത എഴുന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു ചാനലും വെക്കാറില്ല. രാവിലെ എനിക്കോ 24 വയ്ക്കുവോ, ജോലികൾ ചെയ്യുവോ, വാർത്ത കേൾക്കുവോ. ജനങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു ചാനലാണ് 24. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ 24ന് കരുത്താകുന്നത് പ്രേക്ഷകരുടെ ഈ അകമഴിഞ്ഞ പിന്തുണയാണ്. പ്രോത്സാഹനങ്ങൾക്കും വിമർശനങ്ങൾക്കും പ്രേക്ഷകർക്ക് നന്ദി. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ ഒരു വാർത്ത വരുന്ന വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ്. നെടുമങ്ങാട് പഴകുറ്റിയിൽ മാരുതി കാറും ട്രാവലറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഒരാൾ മരിച്ചത്. പഴകുറ്റി വെമ്പായം റോഡിലായിരുന്നു ഈ അപകടം ഉണ്ടായത്.
വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പൂജപ്പുര ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. UTV ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത്. ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അഫാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ഇന്ന് രാവിലെ 11:30യോടെയാണ് ആത്മഹത്യാശ്രമം. ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അഫാൻ ശുചിമുറിയിൽ തൂങ്ങിയത് കണ്ടത്. ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്താണ് ആത്മഹത്യാശ്രമം. തടവുകാർക്കായി ആഴ്ചയിലൊരിക്കൽ TV കാണാൻ സമയം നൽകുന്ന പതിവുണ്ട് ജയിലിൽ. ഈ സമയം പുറത്ത് ഉണക്കാനിട്ടിരുന്ന മുണ്ട് കൈക്കലാക്കിയാണ് ശുചിമുറിയിൽ കയറി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സഹോദരനും കാമുകിയുമടക്കം 5 പേരെ കൂട്ടക്കൊല ചെയ്ത കേസിലെ പ്രതിയായ അഫാൻ നിലവിൽ പൂജപ്പുര ജയിലിൽ വിചാരണ തടവുകാരനാണ്. സഹോദരൻ അഹ്സാൻ, പെൺസുഹൃത്ത് ഫർസാന, പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ സാജിദ, പിതൃമാതാവ് സൽമ ബീവി എന്നിവരെയാണ് അഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫാന്റേത് അസാധാരണമായ പെരുമാറ്റമെന്നായിരുന്നു കൊലപാതകത്തിന് ശേഷം അഫാനോട് സംസാരിച്ച പോലീസിന്റെയും പരിശോധിച്ച ഡോക്ടർമാരുടെയും വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ ഹോം നഴ്സിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ 59-കാരൻ മരിച്ചു. അൾഷിമേഴ്സ് രോഗബാധിതനായ ശശിധരൻ പിള്ളയെ 1 മാസം മുൻപാണ് ഹോം നഴ്സ് അതിക്രൂരമായി മർദ്ദിച്ചത്. ക്രൂരപീഡനമാണ് ശശിധരൻ പിള്ളയ്ക്ക് ഹോം നഴ്സ് വിഷ്ണുവിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്. മദ്യപാനശീലമുള്ള വിഷ്ണു ശശിധരൻ പിള്ളയെ ക്രൂരമായി മർദ്ദിച്ചു. വീട്ടുകാരോട് വീണ് പരിക്കുപറ്റിയതാണെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് മാറ്റി. സംശയം തോന്നിയ ബന്ധുക്കൾ CCTV പരിശോധിച്ചപ്പോഴാണ് ക്രൂരമർദ്ദനത്തിന്റെ കഥ പുറത്തു വന്നത്. ഹോം നഴ്സ് വിഷ്ണുവിന്റെ മർദ്ദനമാണ് ശശിധരൻ പിള്ളയുടെ മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. വിഷ്ണു എന്ന് പറയുന്ന ഹോം നഴ്സിന്റെ അതിക്രൂരമായ മർദ്ദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളതെന്ന് ബന്ധുക്കൾക്ക് അതറിയാം. അവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇതിന്റെ ഉത്തരവാദിയായ വിഷ്ണുവിന് ശിക്ഷ കിട്ടുന്നതിന് വേണ്ടി എല്ലാ നിയമ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശശിധരൻ പിള്ളയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ വിഷ്ണു റിമാൻഡിലാണ്. ശശിധരൻ പിള്ളയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി കൊലക്കുറ്റം ചുമത്താനാണ് പോലീസ് ആലോചന. 24 പത്തനംതിട്ട. കൂരിയാടിന് പിന്നാലെ മലപ്പുറം കാക്കഞ്ചേരിയിലും ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തി. 20 മീറ്ററിലേറെ നീളത്തിലാണ് റോഡ് വിണ്ടുകീറിയത്. ഇവിടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള കരാർ കമ്പനിയുടെ നീക്കം നാട്ടുകാർ തടഞ്ഞു. കാക്കഞ്ചേരിയിൽ ഇന്നുച്ചയ്ക്ക് 12:30ഓടെയാണ് ദേശീയപാതയിൽ വിള്ളൽ കണ്ടത്. 20 മീറ്ററിൽ ഏറെ വിണ്ട് കീറിയിട്ടുണ്ട്. വിള്ളലിന്റെ വ്യാപ്തി കൂടിയതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. വിള്ളൽ ടാർ മിശ്രിതമൊഴിച്ച് അടയ്ക്കാനുള്ള കരാറുകാരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണത്തിലെ അപാകത തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണെന്ന് പ്രദേശവാസികൾ. അങ്ങോട്ടും വലിയ തോതിലുള്ള ഗർത്തങ്ങൾ ഉണ്ടാവാൻ സാധ്യത, ഇങ്ങോട്ടും ഗർത്തങ്ങൾ. വലിയൊരു അപകട സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട NH66 ഒരു പ്രധാന കേന്ദ്രമാണ് കാക്കഞ്ചേരി. ഇപ്പോൾ ഈ വിള്ളൽ സംഭവിച്ച സ്ഥലം എന്നുള്ളത് കാക്കഞ്ചേരി കിൻഫ്ര പാർക്കിന് സമീപത്തെ ദേശീയപാതയാണിത്. നേരത്തെ കൂരിയാട് റോഡ് താഴ്ന്ന് തകർന്നിരുന്നു. ഇവിടെ സന്ദർശിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് കൂടുതൽ സ്ഥലങ്ങളിൽ വിള്ളൽ രൂപപ്പെടുന്നത്. 24 മലപ്പുറം.